ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന 8ാം ക്ലാസ്സിലെ 8ാമത്തെ ചാപ്റ്ററായ റേഷ്യോ അഥവാ അംശബന്ധത്തിലെ 1ാമത്തെ ഭാഗമാണ്. നമ്മൾ റേഷ്യോ എന്നുള്ളത് 6ലും 7ലും ഒക്കെ പഠിച്ചതാണ്. എങ്കിലും നമുക്കതൊക്കെ ഒന്ന് റിവൈസ് ചെയ്തിട്ട് നമുക്ക് പുതിയ ടോപ്പിക്ക് പഠിക്കാം. ഇവിടെ ഞാൻ ഒരു റെക്റ്റാങ്കിൾ വരച്ചിട്ടുണ്ട്. ഒരു ചതുരത്തിൻ്റെ വിഡ്ത്ത് 6 സെൻറ്റിമീറ്ററും ഹൈറ്റ് 2 സെൻറ്റിമീറ്ററുമാണ്. ഉയരം 2 സെൻറ്റിമീറ്ററും വീതി 6 സെൻറ്റിമീറ്ററും ആയിട്ട് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ വിഡ്ത്ത് ഈസ്റ്റ് ഹൈറ്റ് ആണ് വേണ്ടതെന്ന് വിചാരിക്കാം. അതായത് വീതി ഈസ്റ്റ് ഉയരം. ഇത് വായിക്കുന്നത് ഈസ്റ്റ് എന്നാണ്. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ നമ്മൾ റേഷ്യോ എഴുതുമ്പം ആ ഓർഡർ നിർബന്ധമാണ്. ഓർഡർ എന്ന് പറഞ്ഞാൽ ആദ്യം ഇവിടെ വിഡ്ത്താണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ വിഡ്ത്ത് എത്രയാണോ അത് എഴുതുക. ഈസ്റ്റു ഹൈറ്റ്. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഉയരം 2. മനസ്സിലായോ? അപ്പോൾ റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്പാരിസൺ ആണ്. ഒരേ തരത്തിലുള്ള 2 സംഗതികളെ കമ്പയർ ചെയ്യലാണ്. അപ്പോൾ റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്പാരിസൺ ആണ്. പിന്നെ നമുക്ക് റേഷ്യോയെ ഹരണമാക്കി എഴുതാം. അതായത് ഫ്രാക്ഷൻ രീതിയിൽ നമുക്ക് എഴുതാം. കമ്പാരിസൺ ബൈ ഡിവിഷൻ ആണ്. പിന്നെ ഞാൻ പറഞ്ഞു ഒരേ സംഗതികളെ മാത്രമേ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലേ? നമുക്ക് ഒരാളുടെ മാർക്കും ഒരാളുടെ ഹൈറ്റും തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പം നമുക്ക് ഇത് 2 നീളങ്ങളാണ്. അപ്പോൾ നീളങ്ങൾ തമ്മിൽ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. ഇനി നമുക്കറിയാവുന്ന കാര്യം, റേഷ്യോ എഴുതുമ്പോൾ എപ്പോഴും അത് നാച്ചുറൽ നമ്പറിലേ എഴുതാവുള്ളൂ. അതായത് ഒരു ഡെസിമലോ ഒരു ഫ്രാക്ഷനോ ഒന്നും വരാൻ പറ്റത്തില്ല. എണ്ണൽ സംഖ്യയിൽ മാത്രം എഴുതണം. ഇനി നമുക്ക് ഈ 6/2 എന്ന് പറഞ്ഞാൽ 6ലും 2ലും കോമൺ ഫാക്ടർ ഉണ്ട്, പൊതുവായ ഘടകമുണ്ട്. കാരണം എന്താ? 6ഉം 2ഉം രണ്ടും ഇരട്ട സംഖ്യകളാണ്. അപ്പോൾ 2ന്റെ ടേബിളിലുണ്ട്. അപ്പോൾ 2 ഇൻറ്റു 2 സംഖ്യകളും, മുകളിലത്തെ താഴത്തെ 2 സംഖ്യകളും 2ന്റെ ടേബിളിലുണ്ട്. അപ്പോൾ 2 ഇൻറ്റു 3 ആണ് 6, 2 ഇൻറ്റു 1 ആണ് 2. അപ്പോൾ ഈ 2ഉം 2ഉം ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ ഇത് 3/1 എന്ന് കിട്ടും. അല്ലെങ്കിൽ ഇതിന് 3:1 എന്ന് എഴുതാം. ന്യൂമറേറ്ററിൽ എഴുതിയിരിക്കുന്ന ആദ്യം എഴുതുക, ഡിനോമിനേറ്ററിൽ എഴുതിയിരിക്കുന്ന രണ്ടാമത് എഴുതുക. അംശത്തിലത് വേണം ആദ്യം എഴുതാൻ, ഛേദത്തിൽ രണ്ടാമത് എഴുതാവുള്ളൂ. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഈ 6:2 തന്നെയല്ലേ 3:1 അല്ലേ? അതായത് ഇതിൻ്റെ വീതി 3 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഉയരം എത്രയാകും? 1 സെൻറ്റിമീറ്റർ ആകും. മനസ്സിലായോ? വീതി 3 സെൻറ്റിമീറ്റർ ആയാൽ ഉയരം 1 സെൻറ്റിമീറ്റർ ആകും. വിഡ്ത്ത് 3 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഹൈറ്റ് 1 സെൻറ്റിമീറ്റർ ആകും. ക്ലിയർ ആയോ? അപ്പോൾ ഇത് ലോവസ്റ്റ് ഫോമിൽ കിടക്കുകയാണ്. അതായത് ഇതിനെ വെട്ടി ചെറുതാക്കി നമ്മൾ ഏറ്റവും ചുരുക്ക രൂപത്തിലേക്ക് കൊണ്ടുവന്നു, അല്ലേ? അപ്പോൾ നമുക്ക് 3ാമത്തെ പോയിന്റായിട്ട് എഴുതാമല്ലോ, ഇറ്റ് ഷുഡ് ബി ഇൻ സിംപ്ലസ്റ്റ് ഫോം ഓർ ലോവസ്റ്റ് ഫോമിലായിരിക്കും. പിന്നെ ഇവിടെ നമ്മൾ റേഷ്യോ എഴുതുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട, നമ്പർ എഴുതുന്നതിന് മുമ്പ് രണ്ടും ഒരേ യൂണിറ്റിലാണോ എന്ന് നോക്കുക. 2 സെൻറ്റിമീറ്ററിലായിരിക്കണം. അപ്പോൾ സെയിം യൂണിറ്റ് ആയിരിക്കണം. ഇനി 2 തരം യൂണിറ്റ്, അതായത് ഒന്ന് കിലോഗ്രാമിലും ഒന്ന് ഗ്രാമിലും, അല്ലെങ്കിൽ ഒന്ന് കിലോമീറ്ററിലും ഒന്ന് മീറ്ററിലും, അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ സെയിം യൂണിറ്റിലേക്ക് മാറ്റണം. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ സെയിം യൂണിറ്റിലായിരിക്കണം. പിന്നെ നമുക്കിവിടെ ഓർഡർ മാറ്റാൻ പറ്റും. വിഡ്ത്ത് ഈസ്റ്റ് ഹൈറ്റ് ആണ്. അപ്പോൾ ഓർഡർ മാറ്റാൻ പറ്റും. ആദ്യം വിഡ്ത്ത് തന്നെ എഴുതണം. ഡോണ്ട് ചേഞ്ച് ദ ഓർഡർ. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഓർത്തിരിക്കണം. ഇനി ലോവസ്റ്റ് ഫോമിൽ എഴുതണം. പിന്നെ ഞാൻ വേറൊരു റെക്റ്റാങ്കിൾ തരാം. ഇവിടെയും നമുക്ക് വിഡ്ത്ത് ഈസ്റ്റ് ഹൈറ്റ് തന്നെയാണ് വേണ്ടത്. വിഡ്ത്ത് ഈസ്റ്റ് ഹൈറ്റ്. അപ്പോൾ ഇവിടെ വിഡ്ത്ത് എത്രയാണ് കിടക്കുന്നത്? വിഡ്ത്ത് 4.5 ആണ്. ഈസ്റ്റ് ഹൈറ്റ് 1.5. ഞാൻ പറഞ്ഞു നമുക്ക് 2 സെൻറ്റിമീറ്ററിലാണ്. അത് ശരിയായി. പക്ഷെ രണ്ടും ഇവിടെ നാച്ചുറൽ നമ്പർ ആണോ? അല്ല. അപ്പം നമുക്ക് ആ നാച്ചുറൽ നമ്പർ ആക്കി മാറ്റണം. നമുക്ക് 4.5 എന്ന് പറയുന്നത് 1.5 എന്ന് പറയുന്നത് ഡെസിമൽ നമ്പേഴ്സാണ്. ആ ഡെസിമലിനെ മാറ്റി നാച്ചുറൽ നമ്പർ ആക്കാൻ വേണ്ടി ഏറ്റവും എളുപ്പമുള്ള വിദ്യ എന്താ? ഇവിടെ ഡെസിമൽ പോയിന്റിന് ശേഷം, ദശാംശ ബിന്ദുവിന് ശേഷം ഒരൊറ്റ അക്കവേ ഉള്ളൂ, അല്ലേ? അപ്പം നമുക്ക് 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 2 വശത്ത് നമ്മൾ എന്താണോ ഒരു വശത്ത് ചെയ്യുന്നത് അത് മറ്റേ വശത്തും ചെയ്യണം.
അല്ലേ? അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ 4.5 എന്താവും, ഇൻറ്റു 10 എന്താവും, 45 ആയി. ഈസ് 1.5 ഇൻറ്റു 10 എന്താണ്, 15 ആയി. ഇനി ഇത് ലോവസ്റ്റ് ഫോമിലാണോ കിടക്കുന്നത്? 45:15 നമുക്ക് 45/15 എഴുതാം. ഇനി ഇത് ഏതിൻ്റെ ടേബിളിലാണ് നോക്കാനായിട്ടുള്ള ഏറ്റവും എളുപ്പ വിദ്യ നോക്കിക്കുക. ലാസ്റ്റ് ഡിജിറ്റിൽ 5 ആണ് എടുക്കുന്നത്. 5ന്റെ ടേബിളിൽ അപ്പോൾ വരും മുകളിലത്തെ നമ്പറും താഴത്തെ നമ്പറിൻ്റെയും ലാസ്റ്റ് ഡിജിറ്റ് 5 ആണ്. അപ്പോൾ 5ന്റെ ടേബിളിലാണ് 2 നമ്പറും കിടക്കുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ 5ന്റെ ടേബിളിൽ 9 5 ടൈംസ് ആണ് 45. 5ന്റെ ടേബിളിൽ 3 ടൈംസ് ആണ് 15. അപ്പോൾ ഈ 5ഉം 5ഉം ക്യാൻസൽ ആയിട്ട് 9/3 എന്ന് വന്നില്ലേ? ഇനി 9/3 നോക്കിക്കേ. അത് 3യുടെ ടേബിളിൽ ഇല്ല 2 നമ്പറും, 3യുടെ ടേബിളിലുണ്ട് 2 നമ്പറും. 3യുടെ ടേബിളിൽ 3 പ്രാവശ്യം നോക്കുമ്പോൾ 9 കിട്ടും. 3യുടെ ടേബിളിൽ 1 പ്രാവശ്യം നോക്കുമ്പോൾ 3 കിട്ടും. അപ്പോൾ ഈ 3 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 3/1 എന്ന് വന്നല്ലോ. അതായത് 3:1 ആയില്ലേ? ഇപ്പോൾ ക്ലിയർ ആയില്ലേ? ഇപ്പോൾ ഒരു ഡെസിമൽ വന്നാൽ നമ്മൾ എന്താക്കി മാറ്റണം? നാച്ചുറൽ നമ്പർ ആക്കി മാറ്റണം. ഇപ്പോൾ ഓർഡർ മാറ്റരുത്, നാച്ചുറൽ നമ്പർ ആയിരിക്കണം. കമ്പാരിസൺ ബൈ ഡിവിഷൻ ആണ്. ലോവസ്റ്റ് ഫോമിൽ എഴുതാവുള്ളൂ. സെയിം യൂണിറ്റ് ആയിരിക്കണം. ഇനി ഡിഫറെൻറ്റ് യൂണിറ്റ് ആണെങ്കിൽ നമ്മൾ അതിനെ സെയിം യൂണിറ്റ് ആക്കി മാറ്റണം. നമുക്ക് 2 ഡിഫറെൻറ്റ് സംഗതികളെ കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. പിന്നെ നമ്മൾ ഇവിടെ യൂണിറ്റ് എഴുതത്തില്ല. ഒരു റേഷ്യോയ്ക്കകത്ത് നമ്മൾ സെന്റിമീറ്ററിനോ മീറ്ററിനോ അങ്ങനെ എഴുതുകയല്ല. ഇനി ഈ 2 കേസ് നോക്കിക്കേ. ഈ ചതുരത്തിൽ വിഡ്ത്ത് 6 സെന്റിമീറ്ററും ഹൈറ്റ് 2 സെന്റിമീറ്ററും അല്ലേ? ഈ ചതുരത്തിലോ വിഡ്ത്ത് 4.5 സെന്റിമീറ്ററും ഹൈറ്റ് 1.5 സെന്റിമീറ്റർ. പക്ഷെ നമ്മൾ രണ്ടും ലോവസ്റ്റ് ഫോമിലോട്ട് ആക്കിയപ്പോൾ 3:1ഉം 3:1ഉം തന്നെയല്ലേ കിട്ടിയത്. അപ്പോൾ ഈ 2 അതായത് അതിൻ്റെ അർത്ഥം എന്താ? ഈ ചതുരത്തിൻ്റെ ഒരു വശം, അതായത് വീതി 3 സെന്റിമീറ്റർ ആണെങ്കിൽ ഉയരം 1 സെന്റിമീറ്റർ ആയിരിക്കും. അതായത് ഉയരത്തിൻ്റെ 3 ഇരട്ടിയാണ് വീതി, ഹൈറ്റിൻ്റെ 3 ഇരട്ടിയാണ് വിഡ്ത്ത്. അപ്പം നോക്കിക്കേ, ഇവിടെ ഹൈറ്റ് എത്രയാണ്? 2, അതിൻ്റെ 3 ടൈംസ് അല്ലേ 6. ഇനി ഇവിടെ ഹൈറ്റ് എത്രയാണ്? 1.5, അതിൻ്റെ 3 ടൈംസ് അല്ലേ 4.5. അങ്ങനാണെങ്കിൽ ഹൈറ്റ് ഒരു ഹൈറ്റ് ഒരു 3 എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ 3 ടൈംസ് ആയിരിക്കും വിഡ്ത്ത് ആയിട്ടുള്ള 9 വരും. ഇനി ഹൈറ്റ് നമുക്ക് ഒരു 4 എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ 3 ടൈംസ് ആയിരിക്കും വിഡ്ത്ത് വരുന്നത്. വിഡ്ത്ത് 12 ആയി മാറും. ക്ലിയർ ആയി? ഇനി വിഡ്ത്ത് 12 ആണെങ്കിലോ ഹൈറ്റ് കാണാനായിട്ട് എന്ത് വരും? അതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ 5 കിട്ടി. ക്ലിയർ ആയോ? അപ്പോൾ ഈ ഹൈറ്റും വിഡ്ത്തും തമ്മിലുള്ള ഒരു ബന്ധത്തെയാണ് കാണിക്കുന്നത് അല്ലെ? ഈ അംശബന്ധം ഉയരത്തെയും വീതിയെയും കൂടെ തമ്മിൽ ബന്ധപ്പെടുത്തി കാണിക്കുന്നു. ഇനി നമുക്ക് പേജ് നമ്പർ 128 ചോദ്യം ചെയ്യാം. ഒന്നാമത്തെ ചോദ്യം ചെയ്യാം. ചോദ്യം ഇതാണ്: ഇൻ ഈച്ച് ഓഫ് ദി ഫോളോയിങ് പെയർസ് ഓഫ് മെഷേഴ്സ് ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ദി സ്മോളർ ടു ലാർജർ. ചെറുത് ഈസ് ടു വലുത്, അതാണ് കണ്ടുപിടിക്കേണ്ടത്. 4 മീറ്റർ 12 മീറ്റർ ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ചെറുത് ഈസ് ടു വലുതാണ് നമുക്ക് കാണേണ്ടത്. സ്മോൾ ഈസ് ടു ബിഗ്. അല്ലേ? ചെറുത് ഈസ് ടു വലുതാണ് നമുക്ക് കാണേണ്ടത്. ഇതിൽ ചെറുത് ഏതാ? ചെറുത് 4 അല്ലേ? അപ്പോൾ ഈക്വൽ ടു 4. ഇനി ഈ നമ്പർ എഴുതുന്നതിന് മുമ്പ് നോക്കുക, രണ്ടും സെയിം യൂണിറ്റിലാണോ, രണ്ടും മീറ്ററിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പിന്നെ മാറ്റാനൊന്നുമില്ല. ഈസ്റ്റു പിന്നെ വലുതേതാ? 12. നമുക്കറിയാം ഒരു റേഷ്യോ അതോ അംശബന്ധം എന്ന് പറയുന്നത് അതിനെ ഫ്രാക്ഷൻ രൂപത്തിൽ എഴുതാം, അഥവാ എങ്ങനെ എഴുതാം? ഭിന്നസംഖ്യ രൂപത്തിൽ എഴുതാം. ഇനി 4ഉം 12ഉം ആണ് കിടക്കുന്നത്. രണ്ടും ഈവൻ നമ്പേഴ്സാണ്, ഇരട്ട സംഖ്യകളാണ്. ഇപ്പം നമുക്ക് 2ന്റെ ടേബിളിൽ നമുക്ക് ഈ 2 നമ്പേഴ്സിനെയും കാണാം അല്ലെ? 2ന്റെ ടേബിളിൽ എത്ര പ്രാവശ്യമാണ്? 4. 2 പ്രാവശ്യം. 2ന്റെ ടേബിളിൽ 6 പ്രാവശ്യമാണ് 12. ഈ 2 കളയാവല്ലോ. ഇനി ബാക്കി 2/6 അല്ലേ നമ്മുടെ കയ്യിലുള്ളത്. ഈ 2/6 വീണ്ടും ഇരട്ട സംഖ്യകളല്ലേ? അപ്പോൾ 2ന്റെ ടേബിളിൽ നമുക്ക് കാണാമല്ലോ ഈ 2 സംഖ്യകളെയും. 2ന്റെ ടേബിളിൽ 1 പ്രാവശ്യമാണ് 2, 2ന്റെ ടേബിളിൽ 3 പ്രാവശ്യമാണ് 6. അപ്പോൾ 2 വീണ്ടും ക്യാൻസലായി പോയിട്ട് ബാക്കി എത്ര വന്നു? 1/3 എന്ന് വന്നു. ഈ 1/3 നമുക്ക് റേഷ്യോ ആയിട്ട് എഴുതാം, അംശബന്ധമായിട്ട് എഴുതാം. 1:3.
3 എന്ന് എഴുതാം. മനസ്സിലായില്ല? ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കാം. 8 ലിറ്റേഴ്സും 20 ലിറ്റേഴ്സുമാണ് തന്നിരിക്കുന്നത്. 8 ലിറ്ററും 20 ലിറ്ററും അല്ലേ? നമുക്കിവിടെയും ചെറുത് ഈസ്റ്റു വലുതാണ്, സ്മോൾ ഈസ്റ്റു ബിഗ് ആണ് വേണ്ടത്. ഇപ്പം ചെറുത് എത്രയാണ്? രണ്ടും ഒരേ യൂണിറ്റിലാണോ? നോക്കിക്കേ, രണ്ടും ഒരേ യൂണിറ്റിലാണ്. മില്ലി ലിറ്ററോ ലിറ്ററോ അങ്ങനെയല്ല, രണ്ടും ലിറ്ററിൽ തന്നെയാണ്. ഇനി ഇതിൽ ചെറുത് ഏതാണ്? 8 ആണ്. 8:20 എന്ന് എഴുതാം. അതിനെ നമുക്ക് ഭിന്നസംഖ്യാ രൂപത്തിൽ എഴുതാം. ഫ്രാക്ഷൻ രൂപത്തിൽ എഴുതുമ്പോൾ 8/20 വന്നു. രണ്ടും ഇരട്ട സംഖ്യകളാണ്. നമുക്കിവിടെ 2 സ്റ്റെപ്പ് ഒഴിവാക്കിയിട്ട് ഒറ്റ സ്റ്റെപ്പിൽ എഴുതാം വേണമെങ്കിൽ. ഇത് 4ന്റെ ടേബിളിലുണ്ട്, 4ഉം 12ഉം അല്ലേ? അങ്ങനെ അറിയാവുന്നവർ അങ്ങനെ ചെയ്യുക. ഇല്ലെങ്കിൽ ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പതുക്കെ ചെയ്താൽ മതി. നമ്മൾ ആദ്യം ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, പിന്നെ നമുക്ക് പ്രാക്ടീസ് വഴി നമുക്ക് എളുപ്പമാവും. ഇപ്പോൾ 8ഉം 20ഉം രണ്ടും ഇരട്ട സംഖ്യകളായതുകൊണ്ട് 2ന്റെ ടേബിളിലുണ്ട്. 2ന്റെ ടേബിളിൽ 4 പ്രാവശ്യമാണ് 8, 2ന്റെ ടേബിളിൽ 10 പ്രാവശ്യമാണ് 20. അപ്പോൾ 2 വെട്ടിപ്പോയല്ലോ, ബാക്കി 4/10 വന്നല്ലോ. ഈ 4/10 വീണ്ടും ഇരട്ട സംഖ്യകളായതുകൊണ്ട് 2ന്റെ ടേബിളിലുണ്ടല്ലോ, ഇല്ലേ? 2ന്റെ ടേബിളിൽ എത്ര പ്രാവശ്യമാണ്? 4. 2 പ്രാവശ്യമാകുമ്പോൾ 4 വരും, 5 പ്രാവശ്യമാകുമ്പോൾ 10 വരും. ഈ രണ്ടും പോയി കഴിഞ്ഞാൽ 2/5 എന്ന് വന്നു, അല്ലെ? 2:5. വംശബന്ധം കിട്ടിയല്ലോ, റേഷ്യോ ആയല്ലോ. ഇനി മൂന്നാമത്തെ നോക്കാം. 20 കിലോഗ്രാമും 25 കിലോഗ്രാമും, 20 കിലോയും 25 കിലോയും. ഇവിടെയും ചെറുത് ഈസ്റ്റു വലുതാണല്ലോ, സ്മോൾ ഈസ്റ്റു ബിഗ് ആണ്. അപ്പം ഇവിടെ ഏതാണ്? രണ്ടും ഒരേ യൂണിറ്റിലാണ്, അപ്പം മാറ്റേണ്ടതില്ല. ഇനി ചെറുത് ഏതാണ്? 20 ആണ്. അപ്പം 20:25. അപ്പം 20/25 എന്ന് എഴുതാമല്ലോ. ഇവിടെ നോക്കിക്കുക, ഒറ്റയുടെ സ്ഥാനത്ത്, അതായത് അവസാനത്തെ നമ്പർ 0ഉം 5ഉം ആണ് വന്നിരിക്കുന്നത്. 0ഉം 5ഉം അവസാനം വന്നാൽ അത് 5ന്റെ ടേബിളിലാവും. നേരെ കണ്ണടച്ചെഴുതാം, 5ന്റെ ടേബിളിലാണ്. 5ന്റെ ടേബിളിൽ എത്ര പ്രാവശ്യം വരുമ്പോഴാണ് 20? 4 പ്രാവശ്യം. 5ന്റെ ടേബിൾ 5 പ്രാവശ്യം വരുമ്പോൾ 25ആയി. 5 വെട്ടിപ്പോയല്ലോ, ബാക്കി എത്ര ഉണ്ട്? 4/5. ഇതിനെ അംശബന്ധത്തിൽ എഴുതുമ്പോൾ 4:5 എന്ന് എഴുതാമല്ലോ. രണ്ടാമത്തെ ചോദ്യം ഇതാണ്. എ ക്യാൻ കണ്ടെയ്ൻസ് 4 liters ഓഫ് വാട്ടർ ആൻഡ് അനദർ ക്യാൻ കണ്ടെയ്ൻസ് 14 liters. അതിൽ ഒന്നാമത്തെ പാർട്ട്, വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദ എമൗണ്ട് ഓഫ് വാട്ടർ ഇൻ ദ സ്മോളർ ക്യാൻ ടു ദ എമൗണ്ട് ഓഫ് വാട്ടർ ഇൻ ദ ബിഗർ ക്യാൻ? അതായത് ഇവിടെ 2 ക്യാനുണ്ട്, ഒന്ന് ചെറുതും ഒന്ന് വലുതും. ചെറുതിനകത്ത് 4 ലിറ്റർ വെള്ളവും വലുതിനകത്ത് 14 ലിറ്റർ വെള്ളവുമുണ്ട്. ഇതിനകത്ത് ഒന്നാമത്തെ ചോദിച്ചിരിക്കുന്നത് സ്മോളർ ക്യാൻ ടു ലാർജർ ക്യാൻ, റേഷ്യോ ഓഫ് ദ എമൗണ്ട് ഓഫ് വാട്ടർ ഇൻ ദ സ്മോളർ ക്യാൻ ടു ഈസ് ടു ലാർജർ ക്യാൻ. അതായത് ചെറുത് ടു വലുതല്ലേ നമുക്ക് കാണേണ്ടത്. ചെറുത് ടു വലുത് കാണുമ്പോൾ ആദ്യം ചെറുത് എഴുതാം. ചെറിയ ക്യാനിൽ എത്ര വെള്ളം ഉള്ളത്? 4 ലിറ്റർ വെള്ളമാണ് ഉള്ളത്. 2 ലിറ്ററിലാണല്ലോ, അപ്പോൾ അവിടെ മാറ്റാനൊന്നും ഇല്ലല്ലോ. അപ്പോൾ 4:14 എന്ന് എഴുതാമല്ലോ. അപ്പോൾ 4:14 നമുക്ക് ഫ്രാക്ഷൻ അഥവാ ഭിന്നസംഖ്യാ രൂപത്തിൽ എഴുതാം. രണ്ടും ഇരട്ട സംഖ്യകളായതുകൊണ്ട് 2ന്റെ ടേബിളിലുണ്ട് 2 നമ്പരും. 2ന്റെ ടേബിളിൽ എത്ര പ്രാവശ്യം വരുമ്പോഴാണ് 4 2 പ്രാവശ്യം. 2ന്റെ ടേബിളിൽ 7 വരുമ്പോൾ 14 ആവും. അപ്പോൾ ഈ 2 വെട്ടിപ്പോയിട്ട് ബാക്കി എത്ര ഉണ്ട്? 2/7 അല്ലെങ്കിൽ 2:7. ഇതാണല്ലോ അംശബന്ധം. ചെറുത് ഈസ്റ്റു വലുതെന്ന് പറഞ്ഞാൽ 2:7 ആണ്. ഇനി രണ്ടാമത്തെ പാട്ട് എന്താ ചോദിച്ചിരിക്കുന്നത് നോക്കാം. ഇഫ് 1 more liter ഓഫ് വാട്ടർ ഈസ് poured into each can. മനസ്സിലായോ? 2 ക്യാൻ ഉണ്ട്, അതിൽ രണ്ടിനകത്തും 1 ലിറ്റർ കൂടി ആഡ് ചെയ്യുകയാണ്. ഇപ്പൊ നമുക്ക് ഓൾറെഡി ഇപ്പൊ 4 ലിറ്ററേ ഉള്ളൂ, അതിന്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? 4 ലിറ്ററിന്റെ കൂടെ 1 ലിറ്റർ ഇവിടെ ആഡ് ചെയ്തു, ഇവിടെയും 1 ലിറ്റർ ആഡ് ചെയ്തു. അപ്പൊ 4 + 1 5 ലിറ്റർ ആയി. ഇവിടെ 14 + 1 15 ലിറ്റർ ആയി. then what would this ratio become? അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഈ റേഷ്യോ, അതായത് ചെറുത് ഈസ്റ്റ് വലുത് തന്നെയാണ് നമുക്ക് അവിടെയും കാണേണ്ടത്. അപ്പൊ സ്മോളർ ക്യാൻ ടു ബിഗർ ക്യാൻ
തന്നെയാണ് വേണ്ടത്. പക്ഷെ നമുക്ക് അളവ് മാറി അല്ലേ? അളവ് മാറി എന്ന് പറഞ്ഞാൽ ഇപ്പം എത്രയായി? 5:15 ആയി. 5ഉം 15ഉം വന്നാൽ മനസ്സിലായല്ലോ. 4 1 5, ഇവിടെ 14 1 15. 5/15 എന്ന് എഴുതാവല്ലോ, ഭിന്നസംഖ്യാ രൂപത്തിൽ എഴുതാം. നോക്കിക്കുക, ഒറ്റയുടെ സ്ഥാനത്ത് 2ഉം 5ആണ്. അപ്പം നമുക്ക് നേരെ 5ന്റെ ടേബിളിലെല്ലാം എഴുതാം അല്ലേ? 5ന്റെ ടേബിള് ഒരു പ്രാവശ്യമാണ് 5, 5ന്റെ ടേബിള് 3 പ്രാവശ്യമാണ് 15. 5 വെട്ടിപ്പോയല്ലോ, ബാക്കി എന്തുണ്ട്? 1/3 അല്ലെങ്കിൽ 1:3. ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത പാട്ട് പഠിക്കാം. നമ്മൾ ഇനി വർഷം പഠിക്കുന്നത് ഓൾജിബ്ര എങ്ങനെ റേഷ്യോയിൽ ഉപയോഗിക്കാം എന്നുള്ളതാണ്. അപ്പോൾ അത് നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാം.